ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കിയ തോരനാണ്. ഇതിന് അമരപ്പയർ എന്നും ഫ്ലാറ്റ് ബീൻസ് എന്നും ഒക്കെ പറയാറുണ്ട്. ഞാനിവിടെ 1/2 കിലോ അമരപ്പയറാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയറിലേക്ക് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 പച്ചമുളകാണ് ഇതുപോലെ നെടുകെ പിളർന്നിട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയും ചെയ്യാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 5 മിനിറ്റ് മാറ്റി വെച്ചേക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഫ്ലാറ്റ് ബീൻസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. സവാള 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 1 മിനിറ്റ് സവാളയൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീൻസിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലാറ്റ് ബീൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീൻസ് നമ്മൾ 5 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിന് ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ മുളക് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മുളക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് നെടുകെ പിളർന്നാണ് മുളക് ആഡ് ചെയ്തത്. കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മുളക് എടുത്ത് മാറ്റാൻ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് നെടുകെ പിളർന്ന് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ബീൻസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കുമ്പോഴേക്കും ഫ്ലാറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു തവണ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. 1 or 2 തവണ ഒന്ന് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല. കാരണം നമ്മുടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നാലും അത് വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് 1-2 തവണ ഒന്ന് ഇളക്കി കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ബാക്കി 3 മിനിറ്റ് കൂടി കുക്കാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റാണ് ഞാനിവിടെ കുക്കാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. ഗ്രേറ്റഡ് കോക്കനട്ട് നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് തന്നെ എടുക്കുക. അതായത് ഇവിടെ 1/2 കിലോ ഫ്ലാറ്റ് ബീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 1 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.